ശബരിമല ദർശനത്തിന് ബുക്ക് ചെയ്തിട്ട് വരാതിരിക്കുന്നത് ഒഴിവാക്കാൻ നടപടികൾ ആലോചിക്കുകയാണ് ഹൈക്കോടതി. ബുക്കിംഗ് ഫീസ് ഉയർത്തണമെന്ന നിർദ്ദേശം സ്പെഷ്യൽ കമ്മീഷണർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ദർശനം നടത്തുന്നവർക്ക് നിശ്ചിത തുക മടക്കി നൽകുന്നതാണ് പരിഗണിക്കുന്നത്. ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, ശരിയാണ്, സ്ലോട്ട് പോകും, കൂടുതൽ ആളുകൾക്കുള്ള അവസരം നഷ്ടപ്പെടും. പക്ഷേ ഈ തിരിച്ചു പണം നൽകുന്നതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയർ ആയിരിക്കില്ലേ? അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു മാനദണ്ഡം ഉണ്ടാക്കാൻ വേണ്ടി ഹൈക്കോടതി ആലോചിക്കുന്നത്. സ്പെഷ്യൽ കമ്മീഷണറാണ് അത്തരത്തിലൊരു ശുപാർശ ഹൈക്കോടതിക്ക് മുന്നിൽ വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ദേവസ്വം ബോർഡിന്റെ അടക്കം നിലപാടാണ് ഇപ്പോൾ ഹൈക്കോടതി തേടിയിരിക്കുന്നത്. സർക്കാരിന്റെ നിലപാടും ആരാഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത്, കഴിഞ്ഞ ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം നമ്മൾ പരിശോധിച്ചാൽ തന്നെ ഈ വിർച്വൽ ക്യൂവിന്റെ ബുക്കിംഗ് ആരംഭിച്ച് മണിക്കൂറുകൾക്കകം തന്നെ ദിവസങ്ങൾ നീണ്ട ബുക്കിംഗ് സ്ലോട്ടുകളെല്ലാം ക്ലോസ് ആയി പോവുകയാണ് ചെയ്തത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ബുക്ക് ചെയ്ത മുഴുവൻ ആളുകളും സന്നിധാനത്ത് എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല ദിവസങ്ങളിലും പകുതിയോളം ആളുകൾ വരാതിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ശബരിമലയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പോകാൻ കഴിയാത്ത അവസരമുണ്ടാകും. ഇവിടെ ഇപ്പോൾ വിർച്വൽ ക്യൂ ഞാൻ ബുക്ക് ചെയ്യുമ്പോൾ എനിക്ക് ചെലവ് വരുന്നത് വെറും 5 രൂപയാണ്. അപ്പോൾ 5 രൂപ നഷ്ടപ്പെട്ടോട്ടെ എന്ന് കരുതും. പലരും കയറി ബുക്ക് ചെയ്തിട്ട് പോകാതിരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ദിവസം പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് ദർശനം കിട്ടാത്ത അവസ്ഥയുണ്ടാകും. അതാണ് കഴിഞ്ഞ സീസണിൽ പാടെ നമ്മൾ കണ്ടിരിക്കുന്നത്. അതാണ് സ്പെഷ്യൽ കമ്മീഷണർ അടക്കം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത്. ഹൈക്കോടതിക്കും ഇക്കാര്യത്തിൽ ഒരു വ്യവസ്ഥ കൊണ്ടുവരണം എന്ന ആഗ്രഹമുണ്ട്. കാരണം ഈ 5 രൂപ കാര്യവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനി ഇതേ കാര്യമായിരിക്കും വരുന്ന സീസണിൽ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സെപ്റ്റംബറിന് മുൻപ് തന്നെ ഈ വിർച്വൽ ക്യൂ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത കൊണ്ടുവരിക എന്നതാണ് കോടതി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഇത്തിരി അധികം പൈസ ചിലപ്പോൾ ബുക്കിങ്ങിന് ഇനി വേണ്ടിവരും. ആ ബുക്കിംഗ് ചെയ്ത് നമ്മൾ ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ നമുക്ക് പൈസ ഒരു നിശ്ചിത തുക അതിൽ നിന്ന് മടക്കി നൽകുന്നത് ആലോചിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. മറ്റൊരു നിർദ്ദേശം, ബുക്കിംഗ് ചെയ്ത് മുങ്ങിയാൽ ബാക്കിയുള്ള ഭക്തർക്കുള്ള അവസരം നഷ്ടമാകും എന്നുള്ളതാണ്. അതിനാണ് ഒരു പരിഹാരം ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈക്കോടതി.